വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം, അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്കാണ് ജാമ്യം വേണ്ടിയാണ് ഹാജരായത്. ആ കേസ് ക്രിമിനൽ MC 17/2025 കേസ് വിളിച്ചു. അത് പിന്നെ ആന്റിസിപ്പേറ്ററി ബെയിൽ അലൗഡ് വിത്ത് കണ്ടീഷൻസ് പറഞ്ഞോളൂ. അപ്പച്ചന് വേണ്ടി മാത്രമാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ മൂന്ന് പേർക്കും ബാധകമാണ്. കോമൺ ജഡ്ജ്മെന്റ് ആണ്, കോമൺ ഓർഡറാണ്. കണ്ടീഷൻസ് പിന്നെ സ്വാഭാവികമായിട്ടുള്ള കണ്ടീഷൻസ് ഇന്ററോഗേഷന് വേണ്ടി, ചോദ്യം ചെയ്തതിന് വേണ്ടി പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുമ്പിൽ ഹാജരാവണം. പിന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്, സമാനമായ കുറ്റങ്ങൾ ആവർത്തിക്കരുത്. ഇതൊക്കെ തന്നെ ആയിരിക്കും കോമൺ ആണല്ലേ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കോടതിയിൽ പ്രത്യേകിച്ച് കത്തിന്റെ കാര്യങ്ങളടക്കം അതായത് അപ്പൻ ചേട്ടനെ സംബന്ധിച്ചുള്ള DCC രണ്ടാം പ്രതിയെ സംബന്ധിച്ചുള്ള ഒരേ ഒരു അലിഗേഷൻ ഈ ലെറ്ററിൽ KPCC പ്രസിഡന്റ് അയച്ചു കൊടുത്ത ലെറ്റർ, അത് സൂയിസൈഡ് നോട്ടല്ല. സൂയിസൈഡ് നോട്ടിൽ മകന് കൊടുത്തതിൽ ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. അത് മക്കൾ ഇങ്ങനെ നന്നായി ജീവിക്കണം എന്നൊക്കെ ഉള്ളൂ. ഈ ലെറ്ററിൽ പറയുന്നത് 10 ലക്ഷം രൂപ ചാക്കോന്റെ മകന് ജോലിക്ക് വേണ്ടി ഗോപിനാഥൻ മാഷും അപ്പൻ ചേട്ടനും വാങ്ങിയിരുന്നു. അത് ചോദിച്ചിട്ട് പല പ്രാവശ്യം തരാമെന്ന് പറയാൻ നേരം തന്നിട്ടില്ല. പക്ഷേ അതും പറഞ്ഞ് എൻ്റെ 8 സെൻറ്റാണ് കൊടുത്തത്. അത് TR ബാലകൃഷ്ണൻ മുഖാന്തരം അത് ചാക്കോ കേസ് ഫയൽ ചെയ്തപ്പം ഞാൻ പിന്നെ നോട്ടീസ് അയച്ചു. അങ്ങനെ ചാക്കോ ഇയാളും തമ്മിലൊരു വിറ്റ് അഗ്രിമെൻറ്റ് 8 സെൻറ്റിന് വേണ്ടി വിറ്റ് അഗ്രിമെൻ്റ് ആക്കി 13 ലക്ഷം രൂപയുടെ വിറ്റ് അഗ്രിമെൻറ്റ്. അപ്പോൾ ചാക്കോ ആയിട്ടുള്ള 8 സെൻറ്റിൻ്റെ കേസാണ് ഈ ലെറ്ററിൽ പറയുന്നത്. അപ്പോൾ അത് പിന്നെ വിറ്റ് അഗ്രിമെൻറ്റ് 13 ലക്ഷം രൂപ കൊടുക്കണം. അതിൽ 12 ലക്ഷം രൂപ കൊടുത്തു കൈയോടെ. ബാക്കി 1 ലക്ഷം രൂപയുമായി ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പം പിന്നെ NM വിജയൻ വന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. അങ്ങനെ അയാൾ നോട്ടീസ് അയച്ചു തന്നെ TR ബാലകൃഷ്ണൻ, എൻ്റെ എല്ലാ കേസിൻ്റെ കാര്യങ്ങളും അറിയാവുന്ന കോൺഗ്രസ് ലീഗൽ സെല്ലിൻ്റെ പിന്നെ സീനിയർ അഭിഭാഷകൻ TR ബാലകൃഷ്ണൻ, സീനിയർ സിവിൽ ലോയറാണ്. അയാൾ ഒരു റിപ്ലൈ നോട്ടീസ് അയച്ചു. ആർക്ക്? ഷൈജു മാണിച്ചാർ വക്കീൽ, ഈ ചാക്കോൻ്റെ വക്കീലിന്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകന് ഗുരുതരമായ അസുഖമുണ്ട്, 5 ലക്ഷം രൂപ എനിക്ക് പണം, അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവിനെ കണ്ടു, മേ ബി ഇറ്റ് ഈസ് ND അപ്പച്ചൻ. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരാളുണ്ട് ചാക്കോ, അയാളെ പോയി കണ്ടാൽ മതി, സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ മകൻ്റെ ചികിത്സാ ആവശ്യാർത്ഥം ഞാൻ കടം വാങ്ങി. അത് പിന്നെ സ്റ്റാമ്പ് പേപ്പർ, പിന്നെ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ കൊടുത്തു, ബ്ലാങ്ക് ലെഡ്ജർ പേപ്പർ കൊടുത്തു. അത് അദ്ദേഹം സെയിൽ അഗ്രിമെൻ്റ് ആക്കി മാറ്റിയതാണ്. അങ്ങനെയല്ല. അത് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ OS 121/22 എന്ന നമ്പർ കേസിൽ NM വിജയൻ പ്രതിയായിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, പത്രിക, അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂല രേഖ, അദ്ദേഹത്തിൻ്റെ അതെല്ലാം അദ്ദേഹം ഹാജരാക്കി. അതിലൊക്കെ ഈ സെയിം കാര്യങ്ങളാണ്. മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം വാങ്ങിയെന്നാണ്, മറ്റ് 10 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ സുപ്രീം കോടതി ഇന്ന് വരെ സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. അതായത് കോടതിയുടെ മുൻപിലുള്ള എല്ലാ മെറ്റീരിയൽസും, പ്രതിഭാഗവും വാദിഭാഗവും ഹാജരാക്കുന്ന മെറ്റീരിയൽസ് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഒരു സംശയം ഉണ്ടെങ്കിൽ, അതായത് അലിഗേഷൻസ്, പ്രോസിക്യൂഷൻസ് മുന്നോട്ട് വെച്ച ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു സംശയമുണ്ടെങ്കിൽ, then the court has no other options but to invoke the special provision of section 438, that is anticipatory bail. അത് മുൻകൂർ ജാമ്യം കൊടുത്തേ മതിയാവൂ. ഇന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. മറ്റ് വികാരപരം മഹീന്ദ്ര വേഴ്സസ് മധ്യപ്രദേശ് സുപ്രീം കോടതി റൂളിംഗ് ഇന്ന് അതിലും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, പിന്നെ കുടുംബത്തിൻ്റെ വികാരങ്ങളെ പിന്നെ അവരെ തണുപ്പിക്കുന്നതിന് വേണ്ടി കോടതിയോ അല്ലെങ്കിൽ പോലീസോ ഒരു പിന്നെ സെക്ഷൻ 306 ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കേസെടുക്കുകയോ ആ രീതിയിൽ മുന്നോട്ട് പോകാനോ പാടില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയിൽ ലേറ്റസ്റ്റ് ഡിസിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ ഈ പിന്നെ ND അപ്പച്ചന് വേണ്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ, ഇദ്ദേഹം റിലേ ചെയ്ത ഈ റിപ്ലൈ നോട്ടീസ്, അഫിഡവിറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, വിജയൻ ഹാജരാക്കിയ രേഖകളാണ് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിഭാഗ രേഖകളാണ്. അതായത് അതൊക്കെ അഡ്മിറ്റഡ് പിന്നെ എവിഡൻസ്. അതായത് സെക്ഷൻ 83 പറയുന്നുണ്ട്, ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട്, അതായത് എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്. അതായത് ഒരു അഡ്മിറ്റ് ചെയ്ത കാര്യം എവിഡൻസ് ആണ്.
ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതും എന്തായാലും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് വലിയ ആശ്വാസം, ആ ആശ്വാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കോൺഗ്രസിലെ നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. നേതാക്കൾ ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുമുണ്ട്. കേരളത്തിനകത്ത് തന്നെയുണ്ട്. പിന്നെ IC ബാലകൃഷ്ണൻ MLA ഇന്നലെ നിയമസഭയിലുണ്ടായിരുന്നു. DCC പ്രസിഡന്റും സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇത് തികച്ചും രാഷ്ട്രീയപരമായി LDF ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസാണ് എന്ന കാര്യത്തിൽ ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഒരു വ്യക്തത വന്നിരിക്കുക. കോൺഗ്രസ് നേതാക്കന്മാരെ മനഃപൂർവ്വം കൊടുക്കുകയും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേരിടുകയും ചെയ്യുക, അവരെ രാഷ്ട്രീയമായി തകർക്കാൻ പറ്റാത്തതുകൊണ്ട് കള്ളക്കേസുണ്ടാക്കി അവരെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിർദ്ദേശം കൊടുത്ത് എടുത്തിട്ടുള്ള ഒരു കേസാണ്. അതൊരു കാരണവശാലും നിലനിൽക്കുന്നതല്ല, അത് തള്ളിപ്പോകുന്ന കേസാണ് എന്ന് ഇന്നത്തെ നിൽക്കുകയാണ്. ഈ വിജയേട്ടൻ്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടി ഇതിനെതിരെ പോരാടും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ വിധിയിൽ കൃത്യമായ രീതിയിൽ തന്നെ അത് ആദ്യം എൻ ഡി അപ്പച്ചൻ്റെ കേസിലാണ് അത് ആദ്യം പറഞ്ഞു. അതിനുശേഷം അത് പൊതുവായി 3 പേർക്കും ബാധകമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവർക്കും 3 പേർക്കും ND അപ്പച്ചൻ മാത്രമല്ല IC ബാലകൃഷ്ണൻ MLAക്കും അതോടൊപ്പം തന്നെ KK ഗോപിനാഥനും ഉൾപ്പെടെ ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ 3 പേർക്കും മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായതാണ് കോൺഗ്രസ്, ജില്ലയിലെ കോൺഗ്രസ് മാത്രമല്ല സംസ്ഥാന തലത്തിലെ കോൺഗ്രസിനെയും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു വിഷയമായി ഇത് മാറിയിരുന്നതുമാണ്. അതായത് NM വിജയന്റെ ആത്മഹത്യ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി പാർട്ടി അഭിമുഖീകരിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ആശ്വാസകരമായ ഒരു വിധി സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്നത്. കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായും പൂർണ്ണമായും ആശ്വാസം പകരുന്ന തരത്തിലുള്ള വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ചേരുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ ഇന്ന് ജാമ്യം തള്ളിയാൽ, സ്വാഭാവികമായും മുൻകൂർ ജാമ്യം തള്ളിയാൽ അവരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി എന്നുള്ള തരത്തിലേക്ക് അത് മാറുമായിരുന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നാളെ അവധിയാണ്. മറ്റന്നാൾ മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള തീരുമാനം മാറിയിരിക്കണം. എന്തായാലും അഭിഭാഷകൻ ഇവിടേക്ക് എത്തുന്നു. IC ബാലകൃഷ്ണൻ അഭിഭാഷകൻ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം നമ്മോട് സംസാരിക്കും. റഷീദാണ് സംസാരിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLAയുടെ അഭിഭാഷകനാണ്. IC ബാലകൃഷ്ണൻ MLA കോടതിയിൽ വന്നിട്ടുള്ളത് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം കോടതി നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരു സത്യാനന്തര കാലഘട്ടത്തിൻ്റെ മുഴുവൻ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കളവായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു കേസാണിത്. IC ബാലകൃഷ്ണൻ MLA രാഷ്ട്രീയമായി തകർക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. അതിനുശേഷം ചില അർദ്ധസത്യങ്ങളെ മുഴുവൻ നുണകളുടെയും മേമ്പടിയോടു കൂടി സമൂഹത്തിനുമ്പായി അവതരിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശക്തമായ വ്യാജ പ്രചാരണം നടത്തുന്നു. തെരുവിൽ IC ബാലകൃഷ്ണന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിന്താശക്തി നശിച്ചു പോയിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ തെരുവിൽ അണിനിരത്തുന്നു. അതിനുശേഷം ഈ ഒരു കേസിൻ്റെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തികച്ചും കളവായി ഒരു പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീടാണ് സർക്കാരിൻ്റെ എല്ലാ മെഷീനറികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആഴ്ചയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിൽ യഥാർത്ഥ പ്രതികളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് IC ബാലകൃഷ്ണനെ കുറ്റവാളിയാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതാണ് ഇന്ന് കോടതിയുടെ മുമ്പാകെ തകർന്നടിഞ്ഞു പോയിട്ടുള്ളത്. കോടതി സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് ഒരു ഘട്ടത്തിൽ കേസന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നയിക്കുക. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുന്നത് ദെയർ എൻഡ്സ് ദ ഇൻവെസ്റ്റിഗേഷൻ. എവിടെയാണ് കൃത്യമായ ചില സൂചനകൾ ഈ കേസ് സംബന്ധിച്ച് പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് ആ ഏജൻസിയെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ കേസന്വേഷണം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു ഹീനകൃത്യമാണെന്ന് കോടതിയിൽ തകർന്നടിഞ്ഞിട്ടുള്ളത്. ഉപാധികൾ അസംബ്ലി സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് IC ബാലകൃഷ്ണൻ MLAയുടെ സൗകര്യപ്രദമായ സമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ച ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി ഉപാധി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസിൽ പ്രധാനമായി വാദം ഉന്നയിച്ചിട്ടുള്ളത് IC ബാലകൃഷ്ണൻ MLA ഈ കേസിൽ നിരപരാധിയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമില്ല. ശ്രീ NM വിജയൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച
കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട്. എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് IC ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത്. തീർച്ചയായും അന്തിമ വിജയത്തിൻ്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് നിലനിൽക്കുന്നതല്ല. അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇല്ല, പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിനെ കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, ചോദ്യം ചെയ്യൽ ഞങ്ങൾ വിധേയനാവും. ഒരു സംശയമില്ല കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് 100% സഹകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഈ സംഭവം വന്നപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ എന്താണ് എല്ലാവരും വയനാട് ജില്ലയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്? IC ബാലകൃഷ്ണൻ MLA വയനാട് ജില്ലയിൽ നിന്ന് മാറിയതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം അസംബ്ലിയിൽ പോയിട്ടുണ്ടല്ലോ. നിയമസഭയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ. എന്തായാലും അഡ്വക്കേറ്റ് റഷീദാണ് ഇത്. അദ്ദേഹം ഈ IC ബാലകൃഷ്ണന്റെ അഭിഭാഷകനാണ്. അദ്ദേഹമാണ് നിലപാട് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇനി ഈ കേസ് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല. ഈ കേസ് നിലനിൽക്കാത്ത പശ്ചാത്തലത്തിൽ അതിനുവേണ്ടി തന്നെ അത് റദ്ദാക്കണം, കേസ് റദ്ദാക്കണം, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യം